Hi friends, welcome back to YouTube channel The Tech Bro. നമ്മളിന്ന് കാണാൻ പോകുന്നത് Realme TechLife ബഡിൻ്റെ T100 എന്ന മോഡലാണ്. വൈറ്റ് കളറാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാർഡ്ബോർഡ് ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെറിയൊരു ബോക്സിലായിട്ട് വരുന്ന Realme TechLifeൻ്റെ ബഡാണ്. ഇവിടെ പിക്ചറിൽ കാണിക്കുന്നത് ബ്ലാക്ക്, യെല്ലോ, റെഡ് കളറിൽ വരുന്നതാണ്. പക്ഷേ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ഇൻ കളറാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 28 hours പ്ലേ ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ. ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡയമെൻഷൻസും മോഡലും എല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രൈസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 3000 രൂപയാണ്. എന്നാൽ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 1300 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. നമുക്ക് റിയൽമിയുടെ സൈറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ സൈറ്റിൽ കഴിഞ്ഞാൽ 1500 രൂപയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഫർ ഇല്ലാത്ത സമയത്ത് ഫ്ലിപ്കാർട്ടിൽ തന്നെയാണെങ്കിൽ പോലും 1700 രൂപയ്ക്കാണ് കാണിക്കുന്നത്. ബോക്സ് നമുക്ക് പൂർണ്ണമായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു സീലും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സീൽ ഓപ്പൺ ചെയ്യാം. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സീലാണ് വന്നിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പേപ്പറാണ്. എനിക്ക് തോന്നുന്നത് ഇൻസ്ട്രക്ഷൻ മാനുവലേക്കുമാണെന്ന് തോന്നുന്നു. അതെ, എങ്ങനെയാണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു പേപ്പറാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് QR കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതാ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അതിനകത്ത് നൽകിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് വാറണ്ടിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നൽകിയിട്ടുണ്ട്. വായിക്കേണ്ടവർക്ക് അത് വായിച്ച് നോക്കാം. റിയൽമി ഫാൻ എന്നുള്ള ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കേസിനകത്താണ് നമ്മുടെ ഒരു സാധനം പൊതിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു കോഴിമുട്ടേൻ്റെ ഷേപ്പ് പോലെയുള്ള ഒരു ഷേപ്പിലാണ് ഉള്ളത്, ഓവൽ ഷേപ്പ്. അത് നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് കയ്യിലുടങ്ങുന്ന ഒരു ക്യാപ്സൂൾ മൊഡ്യൂൾ പോലെ ഒരു മൊഡ്യൂളാണ് നമുക്കുള്ളത്. അതിനകത്ത് ഇവിടെ നമുക്ക് റിയൽമി ടെക്ലൈഫ് എന്നുള്ളൊരു ബാഡ്ജിങ്ങും കാണാം. ഒരു ലോഗോയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, TL എന്നുള്ളത്. നമുക്കത് മാറ്റി വെക്കാം. ബാക്കി ബോക്സിൽ എന്താ ഉള്ളത് എന്നുള്ളത് അത് നോക്കാം. നമുക്ക് ബാക്കിൽ നിന്ന് പേപ്പർ പുൾ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചാർജ് ചെയ്യാനുള്ളൊരു കേബിളാണ്. C ടൈപ്പ് കേബിളാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഇപ്പോഴത്തെ എല്ലാ ഫോണുകളുമായി മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കേബിളിനകത്ത് നൽകിയിരിക്കുന്നത്. അത് നമുക്ക് ഇത്രയും നല്ലതാണ്. കൂടെ നമുക്ക് വരുന്നത് ബഡ്സാണ്. 2 pairs ഓഫ് ബഡ്സാണ് നമുക്ക് എക്സ്ട്രാ തന്നിരിക്കുന്നത്. ലാർജ്, സ്മോൾ, മീഡിയം എന്ന രീതിയിലാണ് നമുക്ക് മൊത്തത്തിൽ 3 പെയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ മൊഡ്യൂൾ ഇതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബ്രാൻഡിങ് കൊണ്ടുവന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. വൈറ്റ് കളറാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം കാര്യങ്ങളിൽ ഇട്ടാൻ വേണ്ടി. താഴെ ചാർജർ കണക്ട് ചെയ്യേണ്ട ഹോൾസും കാര്യങ്ങളും കാണാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ താഴെ ഒരു LED നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു ഗ്രീൻ കളർ നോട്ടിഫിക്കേഷൻ അവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ ബഡ്സും എടുത്ത് നോക്കാം. നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഒരു ഫോഴ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. മാഗ്നറ്റുമായിട്ട് അത്രമാത്രം അട്രാക്റ്റ് ചെയ്താണ് കൊണ്ടിരിക്കുന്നത്. ചാർജിങ് പോർട്ട് ലൈറ്റ് വെയിറ്റ് ആണ്. 4 ഗ്രാം മാത്രമേ ബഡ്സ് വരുന്നുള്ളൂ. ഫെദർ വെയിറ്റൊക്കെ നോക്കിയാണ് കമ്പനി പറയുന്നത്. ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള പോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ ബാക്കിലാണെങ്കിൽ മൈക്കും മറ്റും കാണുന്നുണ്ട്. മറ്റതും കൂടി നമുക്ക് എടുത്ത് നോക്കാം. അതിനകത്തും അതേപോലെ തന്നെ ചാർജ് ചെയ്യുന്ന ആ പോർഷൻസൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മൈക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബാഡ്ജിങ്ങും മറ്റൊന്നും ഇതിനകത്ത് കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇത് നമുക്ക് ഈസി ടു പ്ലേ എന്നാണ് കമ്പനി പറയുന്നത്. ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും കോൾ ആൻസർ ചെയ്യാനും കോൾ എൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഡബിൾ ടാപ്പിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ട്രിപ്പിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്കിപ്പ് ചെയ്യാനാണ് സാധിക്കുന്നത്. പാട്ടൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ബഡ് ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വോളിയം കുറയ്ക്കുവാനും റൈറ്റ് ബഡിൽ ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വോളിയം കൂട്ടുവാനും സാധിക്കുന്നതാണ്. അങ്ങനെ ഈസി ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ടച്ച് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. പിന്നെ ഫാസ്റ്റ് പെയറിംഗ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഗൂഗിൾ ഫാസ്റ്റ് പെയർ ഉപയോഗിച്ച് വേഗം നമുക്ക് പെയർ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. IP റേറ്റിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ IPX5 വാട്ടർ റെസിസ്റ്റൻസ് ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യമായുള്ള സ്പ്ലാഷും സ്പില്ലും എന്നതും സ്വെറ്റിൽ നിന്നുമൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കിനി പെയർ ചെയ്യാൻ നോക്കാം. ലിഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഗൂഗിൾ പെയർ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. അവിടെ പെയർ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ബ്ലൂടൂത്തുമായിട്ട് കണക്റ്റ് ആവുന്നതായിരിക്കും. നമ്മുടെ ഇയർബഡ് ഫോണുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ബാറിൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ബഡിൻ്റെയും റൈറ്റ് ബഡിൻ്റെയും ചാർജ് അറിയാൻ കഴിയും. കൂടാതെ നമുക്ക് കേസിൽ എത്ര ചാർജ് ഉണ്ടെന്നുള്ള പെർസെൻറ്റേജ് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബഡുകൾക്ക് 40 വീതം mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. കൂടാണ്ട് കേസിന് 400 mAh ബാറ്ററിയുമാണ് നൽകിയിരിക്കുന്നത്.
കമ്പനി അവകാശപ്പെടുന്നത് പോലെ 28 ഹവേഴ്സ് പ്ലേബാക്ക് ടൈമാണ് എല്ലാത്തിനും കൂടി നമുക്ക് നൽകുന്നത്. ബഡ്സിന് മാത്രമായി 6 മണിക്കൂർ പ്ലേബാക്ക് ടൈമാണ്. ചാർജിങ് ടൈമായിട്ട് കമ്പനി പറയുന്നത് 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 120 മിനിറ്റ് പ്ലേബാക്ക് ടൈം കിട്ടുമെന്നാണ്. എല്ലാം കൊണ്ട് 1300 രൂപയ്ക്ക് വാല്യൂ ഫോർ മണിയാണ് ഈ പ്രൊഡക്റ്റ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.